അപ്പോൾ നമ്മൾ ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് ആണ് ചെക്ക് ചെയ്യുന്നത്. അതായത് 3 നമ്പറിൽ ഏതാണ് ഏറ്റവും വലുത് എന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഹെഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്യാണ്. #include stdio.h. അതായത് ഇതിലാണ് പ്രിന്റ്എഫും സ്കാൻഎഫും ഒക്കെ എടുക്കുന്നത്. എന്നിട്ട് ഇൻറ്റ് മെയിൻ കൊടുക്കുകയാണ്. ആ ഇൻറ്റ് മെയിനകത്ത് കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇൻറ്റ് മെയിനോ വോയിഡ് മെയിനോ കൊടുക്കുക. വോയിഡ് മെയിൻ ആകുമ്പോൾ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല, ഇൻറ്റ് മെയിൻ ആകുമ്പോൾ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും. ഇൻറ്റ് മെയിൻ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് 3 നമ്പർ എൻ്റർ ചെയ്യാനുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക. ഇൻറ്റ് എ, ബി, സി, എന്നിട്ട് എന്ത് ചെയ്യുക, സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഞാൻ യൂസറോട് നമ്പർ എൻ്റർ ചെയ്യാൻ പറയുകയാണ്. എൻ്റർ എ നമ്പർ. അപ്പോൾ എന്ത് ചെയ്യുക, സ്കാൻഎഫിൽ ആ ഒരു നമ്പേഴ്സ് മേടിച്ച് വെക്കുക യൂസറെ കയ്യിൽ നിന്ന്. സ്കാൻഎഫ് %d, അതേപോലെ തന്നെ %d, അതായത് 3 നമ്പേഴ്സാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ 3 %d കൊടുക്കണം. 3 ഇൻറ്റിജർ നമ്പറാണ് എൻ്റർ ചെയ്യുന്നത്. എന്നിട്ട് ആംപർസെൻറ്റിൽ എ, ആംപർസെൻറ്റിൽ ബി, ആംപർസെൻറ്റിൽ സി. എന്നിട്ട് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, അതായത് എ ബിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എന്താണ്, അതേപോലെ തന്നെ ഒരു കണ്ടീഷനും കൂടി ആൻഡ് കൊടുക്കുക. ആംപർസെൻറ്റ് 2 പ്രാവശ്യം ഇട്ട ആൻഡ് എന്നാണ് പറയുക. ഇതൊരു എന്താണ് ഓപ്പറേറ്റർ ആണ് കമ്പയർ ചെയ്യുന്ന. എന്നിട്ട് എ എന്ത് ചെയ്യുക, ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കുക. ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുക. പ്രിന്റ് എഫിൽ എന്താണ് ദ എ ഈസ് ഗ്രേറ്റർ എന്ന് കൊടുക്കുക. ദ എ ഈസ് ഗ്രേറ്റർ, എ ആണ് വലുത് എന്ന് കൊടുക്കുക. എ ഈസ് ഗ്രേറ്റർ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ എ ഈസ് ഗ്രേറ്റർ എന്ന് അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ കൊടുക്കുക. %d ഈസ് ഗ്രേറ്റർ എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഏതാണ് ഇവിടെ പ്രിന്റ് ചെയ്യാനുള്ളത് എന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് മെൻഷൻ ചെയ്യുക. എന്നിട്ട് സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യുക. ഇതേപോലെ തന്നെ എൽസ് ഇഫ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ കൊടുക്കുക. അവിടെ എന്ത് ചെയ്യുക, അടുത്തത് ബിനായിട്ട് കമ്പയർ ചെയ്യുക. ബി ഗ്രേറ്റർ ദാൻ എ ആണോ, അതേപോലെ തന്നെ ബി ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കുക. എന്നിട്ട് വീണ്ടും പ്രിന്റ് എഫിൽ എന്ത് ചെയ്യുക, ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. എന്താണ് %d ഈസ് ഗ്രേറ്റർ, അതായത് പിന്നെ വരുന്നത് എന്താണ്, ബി ആണ് ഗ്രേറ്റർ എന്ന് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്താണ് എൽസിൽ എന്ത് ചെയ്യുക, പിന്നെ വേറൊന്നും കമ്പയർ ചെയ്യാനില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഇത് രണ്ടും കമ്പയർ ചെയ്താൽ പിന്നെ ബാക്കിയായിട്ട് അവിടെ ഉള്ളത് എന്താണ്, സി ആണ്. അപ്പോൾ സി അവിടെ കൊടുക്കുക. പ്രിന്റ് എഫിൽ സി ഈസ് ഗ്രേറ്റർ എന്ന് കൊടുക്കുക. അതായത് %d ഈസ് ഗ്രേറ്റർ,